ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. പുറത്ത് പോയി പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇത് അപ്പുക്കുട്ടൻ വാങ്ങിച്ചതാണ് കേട്ടോ. പാവയ്ക്ക വറുത്തത്, പച്ച പാവയ്ക്ക വറുത്താണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനത് കഴിച്ചപ്പോൾ എക്സ്പ്രഷൻ ഇട്ടില്ലെന്ന് പറഞ്ഞ ജ്യൂസ് തന്നെ കളിയാക്കി, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് വാങ്ങണമെന്ന് വിചാരിച്ചു. പിന്നെ അപ്പുക്കുട്ടൻ വാങ്ങിച്ച് നോക്കിയിട്ട്, ഒരാൾ വാങ്ങണ്ടല്ലോ, വാങ്ങിച്ച് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ പിന്നെ വാങ്ങിച്ചാൽ മതിയല്ലോ എന്ന്. അത് കഴിഞ്ഞിട്ട് ഞാനത് വാങ്ങേണ്ട കാര്യം, ബേക്കറിക്ക് പോകേണ്ട കാര്യം ഞാൻ വിട്ടു കേട്ടോ. പക്ഷേ ഈ പാവയ്ക്ക വറുത്ത അടിപൊളിയായിരുന്നു. പച്ച പാവയ്ക്ക സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് വലിയ പീസാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അത് കഴിഞ്ഞ് അവർ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അപ്പുക്കുട്ടനൊരു കേക്ക് പ്രേമിയാണ് കേട്ടോ. അവളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കേക്ക് തിന്നണ ആൾ. അതിൽ നിന്ന് ഓരോ തോണ്ടൽ തോണ്ടി ഞാനും തിന്നു നോക്കി കേട്ടോ. എനിക്ക് മധുരത്തിൻ്റെ പ്രശ്നമുള്ള കാരണമാണ്. ഈ കേക്കിൻ്റെ കാര്യം മധുരം പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ബേക്കറിയിലെ ചേട്ടൻ എന്നെ പൂരെ ചീത്ത വിളിച്ചായിരുന്നു. ഇപ്പോഴും എന്നെ ചീത്ത വിളിക്കുന്നുണ്ട് അത് പറഞ്ഞെന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ജോസ് പുതിയൊരു കടയിൽ നിന്നാണ് കേട്ടോ, പാനിപ്പൂരി ഉണ്ടാക്കുന്ന പുതിയൊരു കടയിൽ നിന്ന് ഇപ്പിട്ട് വാങ്ങിയിട്ടോ. ക്വാണ്ടിറ്റി വളരെ കുറവായിരുന്നു, പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനത് അവൾ ഗ്രീൻ പീസ് വേവിച്ചിടണേ കഴിഞ്ഞ് മുന്നേ കഴിച്ചു നോക്കിയത്. അത് കാരണം എനിക്ക് അങ്ങനെ സെറ്റായി ഉണ്ടായിരുന്നില്ല. പിന്നെ ഗ്രീൻ പീസ് ഇട്ടിട്ട് കഴിച്ചു നോക്കിയപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ അവൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എല്ലായിടത്തു നിന്ന് ഇങ്ങനെ നടന്ന് നിന്നിട്ട് വയറൊക്കെ നിറഞ്ഞിരിക്കുക ഭയങ്കര ഭാഗ്യമാണെന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ചെറിയൊരു സ്പൂണൊക്കെ കഴിക്കണമെന്നുള്ളത് നമ്മൾ അവരെയും കൺസിഡർ ചെയ്യണമല്ലോ. ഇനി ഞാൻ ബർഗറാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പിന്നെ അതൊന്നും അവർക്ക് കൊടുത്തില്ല കേട്ടോ. അവരവിടെ നിന്ന് ഓൾറെഡി ഓരോന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ബർഗർ പിന്നെ അവർക്ക് വലിയ താല്പര്യമില്ലാന്ന് തോന്നുന്നു. അങ്ങനെ വാങ്ങുന്നത് ഞാൻ കണ്ടിട്ടുമില്ല. ബർഗർ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. കഴിച്ച് കഴിഞ്ഞാൽ തന്നെ വയറ് നിറയും. ഞാനിത് കഴിക്കാനായിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ സമയം എടുത്തു കേട്ടോ. കാരണം ഇത് നല്ല ക്വാണ്ടിറ്റി, നല്ല തിക്നെസ്, അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ. ഇത് കഴിച്ചാൽ മതി, ഒരു നേരത്തെ ഫുഡ് സെറ്റാണ്. അങ്ങനെ ഫോണൊക്കെ വിളിച്ചിരുന്നു. അപ്പം അന്നത്തെ വിശേഷത്രേ ഉള്ളൂ ഗായ്സ്.